പെന്തക്കോസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസൊപ്പൊട്ടേമിയ നിവാസികളും യൂദയായിലും കപ്പദോക്യയിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം എല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിന്റെ എല്ലാം അർത്ഥം എന്ത് എന്നവർ പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു, പുതുമീഞ്ഞ് കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണെന്ന്. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയുടെ പ്രിയമുള്ളവരെ, നമ്മുടെ വാർഷിക ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ടോക്കിലേക്ക് നമ്മൾ വരികയാണ്. ആദ്യ ദിവസം നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ബെത്ലഹേമിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവസാന ദിവസം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മുടെ യാത്രകൾ തീരേണ്ടത് ജെറുസലേമിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാരോട് ശിഷ്യന്മാരോട് ഈശോ അവസാനമായിട്ട് പറയുന്ന വചനങ്ങളാണ്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കും. ഏതാണ് ആ നഗരം? ജെറുസലേമാണ്. കാരണം ഈശോയുടെ പാസ്ഓവർ സെലിബ്രേറ്റ് ചെയ്ത ജെറുസലേമിൽ, ഈശോയുടെ കുരിശുമരണം കണ്ട ജെറുസലേമിൽ, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഈശോയെ ദർശിച്ച അതേ ജെറുസലേമിൽ, ഈശോയുടെ സ്വർഗാരോഹണം അവർ കാണുന്ന അതേ ജെറുസലേമിൽ ഇനി ഒന്നുകൂടി കാണാനുണ്ട്. എന്താണത്? പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം. നമ്മൾ ഇന്നലെ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായങ്ങളെ നമ്മളിങ്ങനെ ഓടിച്ചിട്ട് കണ്ടു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒന്ന് പറയാമോ? 1, 2, കാനായിലെ 3, അവർക്ക് പറയണം, 4, മക്കളെ കുട്ടികളെ ഉറക്കെ പറയണം കേട്ടോ. 4 സമരക്കാരി, 5 രോഗശാന്തി, 6 അപ്പം, ജീവന്റെ അപ്പം, 7 ജീവന്റെ ജലം, 8 ലോകത്തിന്റെ പ്രകാശം, 9 അതിന് കാഴ്ച. നോക്കാം, ഈ സമയത്തല്ല പുസ്തകത്തിൽ നോക്കേണ്ടത്. 9 അന്ധന കാഴ്ച, 10 കൈയിടയിൽ, 11 ലാസർ, 12 തൈലാഭിഷേകം, 13 കുട്ടികളെ അറിയൂ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ കുട്ടികൾ? ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുത്ത് പഠിപ്പിക്കുന്ന കുട്ടികളാണ്. നല്ല മിടുക്കന്മാരാണ്. നല്ല കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല വചനത്തിൻ്റെ നിറവുണ്ടാകും കുട്ടികൾക്ക്. 13
14 പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം. ഓക്കെ, അന്ന് വാഗ്ദാനം ചെയ്തല്ലോ ഈശോ, അതിന്റെ പൂർത്തീകരണമാണ് പെന്തക്കോസ്ത്. പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് സഭയിലുടനീളം നമ്മൾ കാണുന്നത്. 15 ഉയർച്ചയും ശാന്തകളും, 16 പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, 17 യേശുവിന്റെ പ്രാർത്ഥന, പുരോഹിത പ്രാർത്ഥന, 18 വിചാരണ വിധി, 19 കുരിശുമരണം, 20 ഉത്ഥാനം, 21 ദൗത്യം ഏൽപ്പിക്കുന്നു, പത്രോസിനെ ദൗത്യം ഏൽപ്പിക്കുന്നു. ഈ 21 അധ്യായങ്ങൾ നമ്മളിങ്ങനെ അങ്ങനെ പതിപ്പിക്കുക, ആവർത്തിക്കുക, മനസ്സിൽ പതിക്കും. അതിൽ നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അകത്തുള്ള കുറെ ഇരിപ്പുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ആദ്യം പുറത്താക്കണം. കുംഭസാരത്തിലൂടെ നമ്മൾ എന്താണ് ചെയ്തത്? ഒരു ക്ലീനിങ് നടത്തിയിട്ടുണ്ട്. ക്ലീനിങ് അത് പക്ഷേ ഇങ്ങനെ നമ്മളിങ്ങനെ പറയും, ഒരു അച്ഛന്മാരൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ തിരക്ക് കാണിച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ്. പാപമോചനം കുംഭസാരത്തിലൂടെ നമ്മളെല്ലാവരും നേടിക്കഴിഞ്ഞു. പക്ഷേ ഈ പാപത്തിന്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ കാലങ്ങളായി ചെയ്യുന്ന തടസ്സദോഷത്തിന്റെ ദുശീലത്തിന്റെ ഇഫക്റ്റ് അവിടെ കിടക്കും. ആ അരൂപി അവിടെ കിടക്കും. ആ അരൂപിയെ ആദ്യം പുറത്താക്കാതെ ഈ പരിശുദ്ധാത്മാവ് അകത്തേക്ക് കയറില്ല. ഞാൻ വർഷങ്ങൾ മുമ്പ്, ഒരു 23 വർഷം മുമ്പ്, മാള ഇടവക പള്ളിയിൽ കൊച്ചച്ഛനായിരുന്നു. മാള പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇടവയിലെ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ധനികനായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അവരുടെ പുതിയ വീട് വെച്ചിരിക്കണം, വികാരിച്ചനും കൊച്ചച്ഛനും വരണം. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ വരും. അപ്പോൾ ആ ചേട്ടന് നിർബന്ധമാണ് 2 പേര് വരണം, അച്ഛനും വലിയച്ഛനും കൊച്ചച്ഛനും വരണം. അപ്പോൾ വലിയച്ഛൻ പറഞ്ഞു, അങ്ങനെ വന്ന് ശരിയാവില്ല, കാരണം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പേരും കൂടി വന്നു, പള്ളിയിലേക്ക് സഹായിക്കുന്നത് നല്ലൊരു ചേട്ടനാണ്, അപ്പോൾ വേർപ്പിക്കാനും വേദനിപ്പിക്കാനും പറ്റില്ല. പറഞ്ഞു, ചേട്ടാ ഒന്ന് മനസ്സിലാക്കും, കാരണം ഈ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഞങ്ങൾ 2 പേരും വിളിച്ചിട്ട് ഞങ്ങൾ 2 പേരും പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയില്ലേ, അച്ഛൻ ഞാൻ പണക്കാരുടെ കൂടെ പോയി പാവപ്പെട്ടവരുടെ അടുത്ത് പോയില്ലെന്ന് പറയും. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ വരും. അപ്പൊ ഈ ചേട്ടൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യാം, രാവിലെ വികാരിച്ചൻ വന്ന് ജന്മം നടത്തട്ടെ, വികാരിച്ചൻ വന്ന് നടത്തട്ടെ, ഞാൻ വൈകിട്ട് നിങ്ങളുടെ കൂടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ എത്തിയേക്കാം, 5-6 മണി സമയത്ത് വന്നേക്കാം. അങ്ങനെ സംബന്ധിച്ച ആൾ പോയി. രാവിലെ തന്നെ വികാരിച്ച് പോയി വെഞ്ചരിപ്പൊക്കെ നടത്തി. ഞാനന്ന് ഇരിഞ്ഞാലക്കുട അരമന കോടതിയിലെ നോട്ടറിയാണ്. 2 ദിവസം പറഞ്ഞില്ലേ, ഇത് അവരുടെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നിന്ന് നോട്ടറി ആയിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുന്നു. 5-6 മണി സമയത്ത് തിരിച്ചു വന്ന് ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത്, ഈ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കാണ്, ആ ബൈക്കിൽ ഈ പുതിയ വീടിന് മുമ്പിൽ നിർത്തി. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. താജ്മഹൽ പോലെ മനോഹരമായിട്ടുള്ള ഒരു വെണ്ണക്കൽ ശില്പം. താജ്മഹലിന് ശേഷം ഇത്രയും വലിയൊരു വീട് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ മനോഹരമാണ് വീട്. ആ വീടിൻ്റെ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. അകത്ത് പെരുമാറ്റം കാണാനില്ല. വീടിൻ്റെ മുന്നിൽ കാറ് വന്നിട്ട് ആരെയും കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എല്ലാവരും പോയോ, എല്ലാവരും അകത്തായിരിക്കും. ഞാനിങ്ങനെ ഗേറ്റിൻ്റെ മുമ്പിൽ വണ്ടി വെച്ച് ഈ ഗേറ്റിൻ്റെ മുകൾ ഭാഗത്തെ കൊളുത്തിങ്ങനെ തുറന്ന് അകത്തേക്ക് കിടക്കാനായിട്ട് ഇങ്ങനെ തള്ളുന്ന സമയത്ത് എവിടെ നിന്നാണെന്ന് അറിയില്ല, ഒരു പശുവിൻ്റെ വലിപ്പമുള്ള ഒരു പട്ടി ഒറ്റ വരവ് വന്നിട്ട് എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കാല് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നിന്നു. ഞാനാകെ പേടിച്ച് ഞാനിങ്ങനെ നിൽക്കാണ്, അന്താളിച്ച് നിൽക്കാണ്. ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത, ഇങ്ങനെ ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഏതാണ്ട് ഈ സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കണ മാതിരി ഒരു കൈ ഗേറ്റിൽ പിടിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അകത്തു നിന്ന് ആരോ ഇങ്ങനെ ജനല തുറന്ന് നോക്കുന്നുണ്ട്. നോക്കിയപ്പോൾ മനസ്സിലായി അവിടുത്തെ പള്ളിയിലെ ആൾക്കാര പൈനാണ്, കുസൃതി പൈനാണ്. അവനിങ്ങനെ നോക്കാണ്, അവനെന്നെ കാണുന്നുണ്ട്. അവനെന്നെ അകത്തുനിന്ന് ഇങ്ങനെ കാണിച്ചിട്ട് നമ്മുടെ ലൂസിഫറിൽ മോഹൻലാലിനെ കാണിക്കുന്ന പോലെ അവനിങ്ങനെ എന്നെ കാണിച്ചിട്ട് പറയാണ്, അച്ഛൻ ധൈര്യമായിട്ട് പോലെ വെച്ചാ പട്ടി ഒന്നും ചെയ്യില്ല. പക്ഷെ നമുക്ക് ഇത്തിരി വിവേകമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളവിടെ നിൽക്കുകയാണ്, നമ്മൾ അനങ്ങുന്നില്ല, അവിടെ നിന്ന് പോകുന്നില്ല. ഇവൻ വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ചുണ്ട് മാത്രം അനക്കുന്നു, മറ്റേതിങ്ങനെ പരശുരാമൻ മഴ നിന്നിട്ട് നിൽക്കണ പോലെ ഞാനിങ്ങനെ നിൽക്കുകയാണ്.
ചുണ്ട് മാത്രം അനക്കിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, മോനെ നീ അപ്പനെ വിളിക്കും. അപ്പൊ അവൻ അകത്തുനിന്ന്, അവൻ അപ്പോഴും പുറത്തു വരുന്നില്ല, അവൻ അകത്തുനിന്ന് വിളിച്ച് പറയാണ് അപ്പന് വിളി ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൻ എവിടെ പോയി? അവൻ വിളിച്ചു പറയാണ് അപ്പൻ ആശുപത്രിയിൽ പോയിക്ക. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാ? അപ്പനെ പട്ടി കഴിച്ചു. എല്ലാവരും കൂടി അപ്പനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കാണ്. അവന്റെ വീട്ടിൽ എല്ലാവരും കൂടി ഈ അപ്പനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, ഇവന് മാത്രം അവിടെ അകത്താക്കിയിട്ട് പോയേക്കാണ്. എന്നിട്ടാണ് ഇവൻ എന്നോട് പറയുന്നത് അച്ഛൻ ധൈര്യമായിട്ട് പോലെ പട്ടി ഒന്നും ചെയ്യില്ല. നമ്മൾ കാലങ്ങളായി പാടുന്ന ഒരു പാട്ടുണ്ട്, യേശുനാഥ ഭയങ്കര സ്നേഹത്തിലാണ് വിളിക്കണേ. കേറിയ അകത്ത് വീട്ടിൽ കയറിയ കേറില്ല. എന്താണെന്നറിയോ? അകത്തിങ്ങനെ കടിച്ചു കീറാൻ തയ്യാറായിട്ടുള്ള പട്ടികൾ ഇരിക്കുന്നിടത്തോളം കാലം കർത്താവിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കടിച്ചു കീറാൻ തയ്യാറായിട്ട് നമ്മുടെ അകത്തിരിക്കുന്ന, ഹൃദയത്തിനകത്തിരിക്കുന്ന ഈ ദംഷ്ട്ര ജീവികളെ, ഈ ക്ഷുദ്ര ജീവികളെ നമ്മൾ പുറത്താക്കണം. ഇതിന് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന പേരാണ് അശുദ്ധാരൂപി, ഈവിൾ സ്പിരിറ്റ്. ഇത് അതിന് കൂടിയ വർഗമാണെങ്കിൽ അതിനെന്ത് വിളിക്കും? അവരുടെ തലവനെന്ത് വിളിക്കും? ഈ അശുദ്ധാരൂപിയുടെ തലവനെ വിളിക്കുന്ന പേരെന്താ? ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേരാണ്. വേറെ പേരുകളുണ്ട്. ഏതൊക്കെ പേരുകളുള്ളത്? നിങ്ങൾക്കറിയാവുന്ന പേരുകളൊക്കെ പറഞ്ഞു. പിശാചുക്കളുടെ തലവനെ വിളിക്കുന്ന പേരെന്താണ്? ലെഗിയോൺ. ലെഗിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 100 പേരാണ്, സൈന്യത്തിന്റെ പേരാണ് ലെഗിയോൺ. സെയ്റ്റൻ, ഇംഗ്ലീഷിൽ സെയ്റ്റൻ, മലയാളത്തില് സാത്താൻ, അല്ലെങ്കിൽ പിശാച് എന്ന് പറയും. അതിന് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ഡെവിൾ. ഡെവിൾ. നിങ്ങളൊന്ന് ഓർത്തേക്ക, 2 ഹീബ്രു ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഈ 2 വാക്കുകൾ വരുന്നത്. ദിയാബോളോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡെവിൾ വരുന്നത്. അതിന്റെ അർത്ഥം പിശാച്. സാത്താനാസ് എന്ന് പറയുന്ന ഹെബ്രായ വാക്കിൽ നിന്നാണ് സെയ്റ്റൻ വരുന്നത്. അതിന്റെ അർത്ഥം സാത്താൻ. രണ്ടും ഒന്നാണ്. പിശാചാണെങ്കിലും സാത്താനാണെങ്കിലും ലൂസിഫർ. അതിന്റെ ഈ ലത്തീൻ ഭാഷയിലുള്ള പേരാണിത് ലൂസിഫർ. ലൂസിഫറിന്റെ നമ്പർ എത്രയാണ്? 666. എവിടെ നമ്മളത് കാണുന്നത്? ഒരുപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ആ മൃഗത്തിന്റെ സംഖ്യ 666 അല്ലേ? എന്നിട്ട് നമ്മുടെ മോഹൻലാലിന്റെ കാറ് വരുമ്പോ അതിന്റെ നമ്പർ ഇതാണ് 666. ആ സിനിമയിൽ ഇവര് ബൈബിൾ വായിച്ചിട്ടാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. സാത്താന്റെ നമ്പറായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനൊരു ഐറ്റം ഉണ്ട്, സാത്താൻ ഉണ്ട്. ഈ ഐറ്റം അകത്തിരുന്നാൽ, അല്ലെങ്കിൽ ഈ ഐറ്റത്തിന്റെ ഡിസൈപ്പിൾസ്, അതാണ് പിശാചുക്കള്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കുട്ടി പിശാചുക്കള്, അശുദ്ധാരൂപി എന്നൊക്കെ വിളിക്കുന്നത്. ഇത് അകത്തിരുന്നാൽ പിന്നീട് ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എത്ര വചനം കൊടുത്താലും ഇത് കേറില്ല. ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, അനുദപിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, ആന്തരിക മുറിവുണ്ടെങ്കിൽ, തെറ്റായ ബോധ്യങ്ങൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആദ്യം കുമ്പസാരിച്ച് ആദ്യം വിശദീകരിക്കണം. രണ്ടാമത്തെ കാര്യമാണ് ഈ ഡെലിവറൻസ്. ഡെലിവറൻസ് നമ്മൾ ആദ്യം ഇതിനെ പുറത്താക്കണമേ. ഈ ഡെലിവറൻസ് പ്രയർ നിങ്ങൾ ചെല്ലാറുണ്ടോ? ബന്ധന പ്രാർത്ഥന എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ചെല്ലാറുണ്ടോ? സാധാരണ പ്രാർത്ഥനയും ബന്ധന പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, അത് സാധാരണ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ, രക്ഷിക്കണമേ. പ്രൊട്ടക്ഷൻ പ്രയർ ആണ്. അതായത് ഈ ദുഷ്ടാരൂപി അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ ആണ് ഏത് പ്രാർത്ഥന?
സാധാരണയുള്ള എല്ലാ പ്രാർത്ഥനകളും പ്രലോഭനങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കോട്ട കെട്ടി സംരക്ഷണം ഏർപ്പെടുത്താണ്. സക്കറിയ 9:8 പറഞ്ഞ് നമ്മൾ സംരക്ഷണം ഏർപ്പെടുത്തും. ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും കോട്ട കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തും. ഇനി ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന സംരക്ഷണമാണ്, പ്രൊട്ടക്ഷനാണ് സാധാരണ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും. പക്ഷെ ഡെലിവറൻസ് പ്രയർ എന്താണ്? അകത്ത് കയറിയിരിക്കുന്ന സാധനത്തിനെ പുറത്താക്കാനുള്ള പ്രാർത്ഥനയാണ് ഡെലിവറൻസ്. അപ്പൊ ചിലര് കൂടുതൽ ചെയ്യേണ്ടത് ഏതാ? പ്രൊട്ടക്ഷൻ പ്രയർ. ചിലര് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഏതാ? ഡെലിവറൻസ് പ്രയർ. കാരണം ഇരിപ്പാണ്, സീറ്റ് റിസർവ് ചെയ്ത് വെച്ച് മുമ്പിൽ വന്നിരിക്കുകയാണ്, വെള്ളസാരി എടുത്തിട്ട്. നമ്മുടെ ഡാനിയലച്ചനൊക്കെ പറയുന്ന പോലെ, അയ്യോ ഇവിടെ ഇരിക്കുന്ന വെള്ളസാരികളെ എല്ലാവർക്കും ഉദ്ദേശിച്ചത് മുമ്പിൽ വന്നിരിപ്പാണ്. അകത്ത് ഈ സാധനങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഉള്ളിലേക്ക് കർത്താവിന്റെ വചനം കയറില്ല, ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകില്ല. അതുകൊണ്ട് ആദ്യം ഇതിനെ പുറത്താക്കണം. അതിന് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാലങ്ങളായിട്ട് വെച്ചിട്ടുള്ള ചില തെറ്റായ ബോധ്യങ്ങൾ ആദ്യം എടുത്ത് മാറ്റണം. അതിൽ ഒന്നാമത്തത്, ചിലപ്പോൾ നാട്ടുകാര് ഇങ്ങനെ കാലങ്ങളൊക്കെ പറയും പിശാച് എന്ന് പറയുന്ന സംഭവം ഇല്ല. നമ്മൾ മനസ്സിലാക്കണം അത് റിയലാണ്. നിങ്ങൾ ലോകം കണ്ട, പ്രേതത്തിനെ കണ്ട, അടുത്ത കാലത്ത് ഇറങ്ങിയ സർവന്മാരെ കണ്ട, വേറെ പ്രേതത്തിനെ കണ്ടു. ഇപ്പൊ വെറൈറ്റി പ്രേതങ്ങൾ ഇറങ്ങുന്നുണ്ട്, കുറെ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രേതങ്ങളാണ് ഇപ്പൊ ഇറങ്ങുന്നത് മുഴുവൻ. ഈ അകത്തിരിക്കുന്ന സാധനം ആദ്യം ഫ്രണ്ട്ലി ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ ഈ ഇവരുടെ കൂടെ ഒക്കെ നടക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ രീതിയിലനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടുകെട്ടുകളൊക്കെ പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഭയങ്കര സന്തോഷമായിരിക്കും. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ നമ്മുടെ ലൈഫ് ഇങ്ങനെ നമ്മളിൽ നിന്ന് കൈവിട്ട് പോകുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സമയം എപ്പോഴാണെന്നറിയോ? കൈ പോയി കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. അതുകൊണ്ട് ഈ സാധനത്തിന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഇങ്ങനൊരു സാധനമുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നൊരു വചനമുണ്ട്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അല്ലെ? ദൈവം വിളിച്ചവർക്ക്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഏതാണ് വചനം? റോമ 8. ഒന്ന് വായിച്ചു നോക്ക്, വചനത്തിലുണ്ട്. റോമ 8 എടുത്തേ, വചനെടുത്തേ. എത്രാമത്തെ വചനം? റോമാക്കാർക്കുള്ളിലായിരുന്നു വായിച്ചു നോക്കാം. You can read it, whether it is in English. Rome 8, chapter 8, verse 20. Right. Who are called according to his purpose. ആരുടെ? ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച്. ഏതാ വചന? 8:28. റോമ 8:28. ദൈവത്തെ വിളിച്ച്, ദൈവം എന്താ പറയാ, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക, ഇതേപോലെ തന്നെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് പോലെ തന്നെ അവന്റെ എതിരാളിയായ പിശാചിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. നിങ്ങൾ എങ്ങനെയും ചിന്തിച്ചിട്ടുണ്ടോ? രണ്ടു കൂട്ടർക്കും പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതി എന്താണ്? നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക, നിത്യജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുക. യേശു ക്രിസ്തുവിലൂടെ നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി, പ്ലാൻ അത് കർത്താവ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:6 ഈശോ പറയുന്നത്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. സോ ഹി ഈസ് ദ വേ ടു ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. യേശുവാണ് വഴി എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേ പുസ്തകത്തിലെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പിശാചിനുണ്ട് പദ്ധതി നമ്മളെ കുറിച്ച്. അത് നമ്മുടെ നന്മയ്ക്കുള്ള പദ്ധതിയല്ല, നമ്മുടെ നാശത്തിനുള്ള പദ്ധതി.
അതുകൊണ്ട് തന്നെ നമ്മളെ നശിപ്പിക്കാൻ, ദൈവാത്മാവിൽ നിന്ന് നമ്മളെ അകറ്റാൻ, പള്ളിയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ സകല പരിപാടികളും അവൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവന്റെ കെണികൾ ഏതൊക്കെയാണെന്ന് ഒന്നറിയാൻ നല്ലതാണ്. ജസ്റ്റ് ഞാനിങ്ങനെ പെട്ടെന്ന് പറയാം. ഇവനെ പല പേരിലാണ് വിളിക്കുന്നത്, വചനത്തിൽ വിളിക്കുന്നത്. ഒന്നാമത്തെ പേര് കൊലപാതകി, രണ്ടാമത്തെ പേര് ശത്രു, മൂന്നാമത്തെ പേര് അപവാദി, നാലാമത്തെ പേര് നുണകളുടെ പിതാവ്, 5 ദുഷ്ടൻ, 6 ബേൽസെബൂൽ. ഇങ്ങനെ പല പേരുകളുണ്ട്. ഓക്കെ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ അരൂപിയാണ്. ഇനി അവന്റെ പരിപാടി എന്താണ്? പിശാച് ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ എന്താണ്? ഒന്നാമത്തെ പരിപാടി ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക. ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനെ കുറിച്ചും ദൈവത്തിന്റെ ഒരു നിയോഗമുണ്ട്, ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കലാണ് പിശാചിന്റെ ആദ്യത്തെ പരിപാടി. നമ്മൾ കേട്ടിട്ടുണ്ട്, സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കും, നല്ലതിന് സംഭവിക്കാനിരിക്കും നല്ലതിന്. ഇല്ലേ? ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളതിനെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളതിനെ വിശ്വസിക്കുന്നുണ്ടോ? ഒന്ന് പറയേ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. സംഭവിച്ചതെല്ലാം നല്ലതിന് ആണോ? ആണോ? അല്ല. ഒന്നും ഓർത്തേക്കാ, ഇത് ദൈവവചനമൊന്നല്ല ഈ പറഞ്ഞത്. ഇത് വേറെ പുസ്തകങ്ങളിൽ നിന്നുള്ള വചനമാണ്. ഞാൻ ചോദിക്കട്ടെ, സംഭവിച്ചതൊക്കെ നല്ലതിനാണോ നമ്മുടെ വീട്ടില്? ഉദാഹരണത്തിന് 80 വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട ഒരു ചെറുപ്പക്കാരൻ, അവൻ 30-ാം വയസ്സിൽ കുടിച്ചും മയക്കുമരുന്ന് കഴിച്ചും അവൻ ഇങ്ങനെ അവന്റെ ജീവിതം നശിപ്പിച്ച് സൂയിസൈഡ് ചെയ്തോ, അവന്റെ ജീവിതം ഏതെങ്കിലും ജയിലിൽ അകപ്പെട്ട് തീർന്നു എന്ന് കരുതുക. ഇത് ദൈവ നിശ്ചയമാണോ? അത് സംഭവിച്ചത് നല്ലതിനാണോ? അല്ല. ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ജയിലിൽ കിടക്കുന്നവരെയും തകർന്നു കിടക്കുന്നവരെയും ഞൊടിയിട കൊണ്ട് ഉയർപ്പിക്കാൻ കഴിയവന്. പക്ഷെ എന്ന് വിചാരിച്ച് ഇവന്റെ താന്തോന്നി തരം കൊണ്ട് ചെയ്തു പോയൊക്കെ നല്ലതാണോ? അല്ല. ഇപ്പൊ സംഭവിച്ചതൊക്കെ നല്ലതിനല്ല, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിനല്ല. ആണോ? നമ്മുടെ പിള്ളേര് വേറെ വല്ലവരുടെ കൂടെ ഇറങ്ങി പോകുന്നത് നല്ലതാണോ? അല്ല. പക്ഷെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ, തമ്പുരാനിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് കഴിയും? സർവശക്തനായ ദൈവത്തിന് കഴിയും. 2 മക്കബായർ 8:18 അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ശരണം വയ്ക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലിച്ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ തകർന്നു പോയ, വീണുപോയ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ദൈവത്തിന്. പക്ഷെ അതിന് വീഴാൻ അനുവദിക്കുക എന്നുള്ളത് അല്ല ദൈവത്തിന്റെ പദ്ധതി അല്ല, അത് പിശാചിന്റെ പദ്ധതിയാണ്. അതാണ് ഈ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു പറയുന്നത്. 2 ചതിക്കും. പിശാചിന്റെ പരിപാടി ചതിയാണ്. അതിന്റെ പുറകിൽ അരൂപി ചതിയാണെങ്കിൽ അത് പിശാചാണ്. 2 കുടുംബങ്ങളെ തമ്മിൽ, ദമ്പതികളെ തമ്മിൽ, മാതാപിതാക്കളെ മക്കളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ ഭിന്നിപ്പിന്റെ അരൂപി അത് ആരുടേതാണ്? അതിന്റെ പുറകിലുള്ള അരൂപി പിശാചിന്റേതാണ്. അത് യേശുക്രിസ്തുവിന്റെ അരൂപിയല്ല. യേശുക്രിസ്തു ഒന്നിപ്പിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് ഐക്യത്തിന്റെ അരൂപിയാണ്. അപ്പോൾ നമ്മുടെ സഭയില്, നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ സമൂഹത്തില്, ഇടവകയില് ഏതെങ്കിലും തരത്തില് സ്വരച്ചേർച്ചയുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇഷ്ടമില്ലായ്മ ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്താണ്? ഈ അരൂപി കിടപ്പുണ്ടെന്നർത്ഥം. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വിടുതൽ കിട്ടണ്ടേ? കുടുംബത്തിലാണെങ്കിലും, ഇടവകയിലാണെങ്കിലും, സഭയിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, ദേശത്തിലാണെങ്കിലും അങ്ങനെ അശുദ്ധാരൂപിയുടെ ഈവിൾ സ്പിരിറ്റിന്റെ സ്വാധീനത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ നമുക്ക് ആവശ്യമാണ്. ഈ വിടുതൽ കിട്ടിയാലാണ് എന്ത് സംഭവിക്കുള്ളൂ? പരിശുദ്ധാത്മാവിന്റെ ആവാസം, അഭിഷേകം നിറയുള്ളൂ. അപ്പൊ വാട്ട് ഹാപ്പൻസ് ഫസ്റ്റ്? വാട്ട് ഷുഡ് ഹാപ്പൻസ് ഫസ്റ്റ്? ഡെലിവറൻസ്. ഡെലിവറൻസ് ആദ്യം സംഭവിക്കും. ഇനി ഇവന്റെ പരിപാടികളുണ്ട്. അതിലൊന്നാണ് സംശയം ജനിപ്പിക്കുന്നത്. ദമ്പതികൾ തമ്മിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവവിശ്വാസത്തിൽ പോലും ഇങ്ങനെ ദൈവം ഉണ്ടോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ചിലപ്പോ നമുക്കറിയാലോ, നമ്മുടെ പിള്ളേര്
ഒരു 10, 12, 15 വയസ്സ് വരെയൊക്കെ സ്ഥിരമായിട്ട് പള്ളി വരുന്നവരാണ്. അത് കഴിയുമ്പോൾ പതുക്കെ അവര് ദൈവാലയത്തിൽ നിന്ന് അകലാൻ തുടങ്ങും. നിങ്ങൾ ഓർത്തേക്ക, മാതാപിതാക്കളെ ഓർത്തേക്ക, ഇതിന്റെ പുറകിലൊരു അരൂപിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കണം, ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ വിചാരിക്കരുത് അവർ കോളേജിൽ പോയി അവർ ഓക്കെയാണ്, അവർ സേഫാണ്, സെക്യൂർ ആണ് ആവണം എന്നില്ല. എല്ലാ പിള്ളേരും ഇങ്ങനെ നശിച്ചു പോയിന്നല്ല, മറിച്ച് അങ്ങനെ പോകാതിരിക്കാൻ നമ്മൾ ഈ അരൂപിയെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അരൂപി ഉണ്ടെങ്കിൽ നമ്മളതിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണമെന്നർത്ഥം. കാലതാമസം വരുത്തും, രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടാക്കും, ഇങ്ങനെ മന്ദത ഉളവാക്കും, ദൈവം കൈവിട്ടെന്ന് തോന്നിപ്പിക്കും. ഇതൊക്കെ പിശാചിന്റെ പ്രവൃത്തിയാണ്. ഇനി ഒരു ചോദ്യം, പിശാച് എന്ന് പറയുന്നത് വ്യക്തിയാണോ ശക്തിയാണോ? Is it a power or a person? Raise your hands if you say it is a power. അതൊരു ശക്തിയാണ് എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കി. പിശാച് എന്ന് പറയുന്നത് ശക്തിയാണ്. ഓക്കെ, ഭൂരിഭാഗം പേര്. ഇനി അതല്ല, പിശാച് ശരിക്കും ഒരു പേഴ്സണാണ്, വ്യക്തിയാണ് എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കി. 2 പേര്, 3 പേര്, കുട്ടികൾ 3 പേര്. ഓക്കെ, ഇനി ഞാൻ ശരി ഉത്തരം പറയാം. പിശാച് വ്യക്തിയാണ്. അയ്യോ, അത് തെറ്റിപ്പോയോ? ഇല്ല, പിശാച് വ്യക്തി മാത്രമല്ല, ശക്തി കൂടിയാണ്. ബോത്ത് പേഴ്സൺ ആൻഡ് പവർ. പരിശുദ്ധാത്മാവ് വ്യക്തിയാണോ ശക്തിയാണോ? ത്രിത്വത്തിലെ മൂന്നാമൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? വ്യക്തിയാണ്. ഉന്നതത്തിൽ നിന്ന് വരുന്ന ശക്തി എന്ന് പറയുന്നത് എന്താണ്? പവറാണ്, അല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവ് ഒരേ സമയം ത്രിത്വത്തിലെ മൂന്നാമനായിരിക്കുന്ന പോലെ പിശാച് ഒരു വ്യക്തിയാണ്, അതേ സമയം തന്നെ അതിന് ശക്തിയുണ്ട്. പക്ഷെ ഈ ശക്തി നിസ്സാര ശക്തിയല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ പോകുന്ന ശക്തിയല്ല. അതിനാണ് ഈ പിശാചിനെ പുറത്താക്കാനാണ്. പ്രത്യേകിച്ച് പിശാച് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാലഘട്ടം ഏതാണെന്നറിയോ? നോമ്പുകാലം. അതിന്റെ കാരണം എന്താണ്? നമ്മളിങ്ങനെ ലവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന, സഭയുടെ ലവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നലെ ലവ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട് 5 സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഭർത്താവായിട്ട് പിണങ്ങിയിട്ട് വന്നിട്ടുണ്ട് ചില ചേട്ടന്മാരോട്. ലവ് ലാംഗ്വേജ് ഈ ദമ്പതികൾക്ക് മാത്രമല്ല, സഭ കൊടുത്തിട്ടുള്ള 3 ലവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ് ഈ നോമ്പുകാലം. ഏതൊക്കെയാണെന്നറിയോ? ദാനധർമ്മം, പരിഹാരം, ഉപവാസം, പ്രാർത്ഥന. മനസ്സിലായോ? ഇത് സഭയുടെ ലവ് ലാംഗ്വേജ് ആണ്. ഈ ലവ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയം ഏതാണ്? നോമ്പുകാലത്താണ് നമ്മൾ ഉപവസിക്കുന്നത്, നോമ്പുകാലത്താണ് നമ്മൾ പരിഹാരം ചെയ്യുന്നത്, നോമ്പുകാലത്താണ് കുരിശിന്റെ വഴി ചെല്ലുന്നത്, നോമ്പുകാലത്ത് നമ്മൾ കുറെ കൂടി കർത്താവിലേക്ക് അടുക്കാൻ ശ്രമിക്കും. ആ സമയം ആര് കിടന്ന് വിഷമിക്കും? പിശാച് കിടന്ന് വിഷമിക്കും. കാരണം തങ്ങളിങ്ങനെ അധീനമാക്കിയവരെ, സ്വന്തമാക്കി വെച്ചവരൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുള്ള പേടി. കർത്താവിന്റെ വചനം എന്ന് പറയുന്നത്, കർത്താവ് പറയുന്നത് നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ആർക്കെതിരെ? സഭയ്ക്കെതിരെ. അതിനർത്ഥം നമ്മളിങ്ങനെ ഡിഫൻസ് കളിക്കാനല്ല, നമ്മൾ കേറി അടിക്കാനാ പറയുന്നത്. നമുക്കെതിരെയുള്ളത് ആരാ? ചെന്നായി. നമ്മളാരാണ്? കുഞ്ഞാട്. കുഞ്ഞാടിനോട് പറയുന്നത് എന്താണ്? മോനെ, ഉദാഹരണത്തിന് നമ്മൾ കുഞ്ഞാടാണ്, നമ്മൾ വീട്ടിലാണ്. സപ്പോസ് ഒരു സിറ്റുവേഷൻ ചിന്തിക്കും. ചെന്നായി വന്നിട്ട് വാതിൽ മുട്ടാണ്. നമ്മുടെ മുമ്പിൽ 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, നമുക്ക് ജനലിലൂടെ നോക്കുമ്പോൾ അറിയാം പുറത്ത് ചെന്നായാണ്, ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ കടിച്ചു കീറും. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യാം? സേഫ് ആയിട്ടുള്ളത് എന്താണ്? വാതിൽ അടച്ചിരിക്കുക. പക്ഷെ അപ്പോൾ നമ്മൾ ഭരിക്കുന്നത് എന്താണ്? ഭയം, പേടി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, KGF-ലെ റോക്കി ബായ് പോലെ ഒരു AK-47 എടുത്തിട്ട് പുറത്തിറങ്ങിയിട്ട് തുരുതരാമനെ അവരെ ഇങ്ങോട്ട് കത്തിച്ച് തീർക്കുക. പക്ഷെ അപ്പൊ നമ്മൾ ഭരിക്കുന്ന എന്താണ്? വയലൻസ്.
മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളൊരു ചെന്നായുടെ വേഷമൊക്കെ ഇട്ടിട്ട്, ഫാൻസി ഡ്രസ് പോലെ നമ്മൾ വേഷം ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബൈ, ഞാനും നിങ്ങളെ പോലെ ചെന്നായിട്ടാ, നമുക്ക് ഒരുമിച്ച് വേട്ടയ്ക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് നമുക്ക് അവരെ കൂടെ കളിക്കാം. പക്ഷെ അപ്പൊ കളിക്കുന്നെന്താ? കോംപ്രമൈസ്. നാലാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് അറിയോ? നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞ ആരാ? നമ്മുടെ ഇടയനാണ്, യേശു ക്രിസ്തുവാണ്. ദൈവത്തിനറിയാം, ഈശോയ്ക്ക് അറിയാം നമ്മൾ കുഞ്ഞാടാണ്. അവൻ പറയുന്നുണ്ട്, കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ചെന്നായിട്ടുള്ള ഇടയിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലണം. ഇറങ്ങി ചെല്ലണം, കുഞ്ഞാടിനെ പോലെ തന്നെ ചെല്ലണം. നമ്മുടെ കൂടെ കളിക്കാൻ ദൈവം ഉള്ളിടത്തോളം കാലം ഒരു നരകവാതിലും അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അതിനർത്ഥം നമ്മൾ പിശാചിനെ പേടിക്കണോ? പിശാചിനെ പേടിക്കണോ? പേടിയല്ല. എന്താ വേണ്ടത്? കൊറോണ കാലത്ത് നമ്മൾ പഠിച്ചതാണ്. എന്താ വേണ്ടത്? ജാഗ്രത. ജാഗ്രത. നമുക്ക് വേണ്ടത് പേടിയല്ല, നമുക്ക് വേണ്ടത് ജാഗ്രത. എന്താ കാരണം? ഇവൻ അറ്റാക്ക് ചെയ്യും. നമ്മളും മിണ്ടാതിരുന്നാൽ, നമ്മളിങ്ങനെ അലസരായിട്ടിരുന്നാൽ അവനിങ്ങനെ അറ്റാക്ക് ചെയ്യും. മറിച്ച് നമ്മളെപ്പോഴും വിജിലന്റ് ആണെങ്കിലോ, അതിർത്തിയില് നമ്മുടെ കാവൽക്കാര്, പട്ടാളക്കാര് കാത്തു നിൽക്കുന്ന സമയത്ത് അതിർത്തിയിൽ എതിരാളികൾ കയറില്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അവൻ കയറുള്ളൂ. ഇപ്പൊ ജാഗ്രത വേണം. ഭയം, പിശാചിനോട് ഭയമല്ല വേണ്ടത്. കുറച്ചാൾ മുമ്പ് ഇടവകയിൽ നിന്ന്, കുറച്ചധികം നാൾ മുമ്പ് ഇടവകയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ഒരു ബസ്സിൽ യാത്ര പോയി. 10-35 പേരുണ്ടായിരുന്നു. തലേ ദിവസം വൈകുന്നേരം യാത്ര പുറപ്പെടുന്നു. പിറ്റേ ദിവസം പുലർച്ചെ ഞങ്ങൾ അവിടെ എത്തുന്നു. ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ ഫ്രഷ് ആവാൻ വേണ്ടി കയറി. എല്ലാവരും കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബ്രെഡും സ്റ്റൂവും ഞങ്ങൾ തലേ ദിവസം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ സ്റ്റൂവിൽ കുറച്ച് പതയൊക്കെ വന്നിരിക്കും. അപ്പൊ സംശയം, ഇത് ചീത്തയായോ, ഇത് മോശമായോ എന്നറിയില്ല. അപ്പൊ നോക്കി കഴിയുമ്പോൾ ഒരു പട്ടി അവിടെ നടക്കണം. അപ്പൊ കുറച്ച് സ്റ്റൂ എടുത്തിട്ട് പട്ടിക്ക് കൊടുത്തു. പട്ടി അത് വളരെ ഹാപ്പി ആയിട്ട് കഴിച്ചു. ഒരു കുഴപ്പമില്ല. പട്ടി എല്ലാം ഇങ്ങനെ ഉഷാറായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓക്കെ, എല്ലാവരും കഴിച്ചു. എല്ലാവരും പറഞ്ഞു നല്ല ബ്രെഡ്, നല്ല സ്റ്റൂ, എല്ലാം അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരത് കഴിച്ചു. കഴിച്ചത് കഴിഞ്ഞ് പിന്നെ കുളിച്ച് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി. തിരിയൊക്കെ കത്തിച്ച് നേർച്ചയൊക്കെ ഇട്ട് കുർബാനയൊക്കെ കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ആ പട്ടി ചത്തുപോയി. അതോടുകൂടി ഈ ബ്രെഡും സ്റ്റൂ കഴിച്ചവർക്ക് ഓക്കാനും വരാൻ തുടങ്ങി, ഛർദിൽ വരാൻ തുടങ്ങി, വയറുവേദന വരാൻ തുടങ്ങി. എന്തിനു പറയണേ, 16 പേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടറോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഒരു പട്ടിക്ക് ആദ്യം കൊടുത്തിരുന്നു, പട്ടിക്ക് ആദ്യം കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പട്ടി ചത്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ ആ പട്ടിയുടെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷിക്കാൻ എളുപ്പമുണ്ട്, പട്ടിയുടെ ബോഡി കിട്ടാൻ തീരുമാനമുണ്ട്. അപ്പൊ അങ്ങനെ അതിനെക്കുറിച്ച് എൻക്വയറി നടത്തിയപ്പോഴാണ് മനസ്സിലായത് പട്ടിയുടെ ബോഡി ഒപ്പം തന്നെ കുഴിച്ചിട്ട്, കാരണം വണ്ടി അടിച്ചാണ് പട്ടി എത്തുന്നത്. ഇപ്പൊ എന്തായി? അനാവശ്യമായിട്ടുള്ള പേടി ഈ കാര്യത്തിൽ. ശരിക്കും നമ്മൾ പേടിക്കുന്നത് യാഥാർത്ഥ്യത്തോടല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള നമ്മുടെ ചില ബോധ്യങ്ങളോടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കഥയുണ്ട്. കൊറോണ വൈറസ് ഇങ്ങനെ ചൈനയിൽ നിന്ന് കയറുവരാണ്. ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസറിന്റെ മുമ്പിൽ നിൽക്കാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ ചോദിച്ചു, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വിസിറ്റ്? കൊറോണ വൈറസ് പറഞ്ഞിട്ട് 1000 പേരെ കൊല്ലാൻ. ഇമിഗ്രേഷൻ ഓഫീസർ ഓക്കെ അടിച്ചു കൊടുത്തു, പെർമിഷൻ കൊടുത്തു. അങ്ങനെ കൊറോണ വൈറസ് വണ്ടി കയറി നമ്മുടെ നാട്ടിലെത്തി. ഒരു 3 മാസം കഴിഞ്ഞ് കൊറോണ വൈറസ് തിരിച്ചു പോകുന്ന സമയത്ത് ഇമിഗ്രേഷൻ ഓഫീസർ ചോദിച്ചു, 1000 പേരെ കൊല്ലെന്ന് പറഞ്ഞിട്ട് താൻ 1,00,000 പേരെ കൊന്നല്ല. അയ്യോ സാറേ, അത് എന്റെ കുറ്റമല്ല, ഞാൻ 1000 പേരെ കൊന്നുള്ളൂ, ബാക്കിയുള്ളവരുടെ പേടിച്ചിട്ടതാണ്. അനാവശ്യമായിട്ടുള്ള പേടി ഏത് കാര്യത്തെ കുറിച്ചും. കർത്താവ് നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട. He is repeating every day. 365 times he is repeating the same word. Do not be afraid. നിങ്ങൾ ഭയക്കണ്ട എന്ന് വിചാരിച്ച് അവനെ വെറുതെ വിടണമെന്നല്ല, ജാഗ്രത വേണം. കാരണം എപ്പോ വേണമെങ്കിലും അവനെ ആക്രമിക്കാം, കയറാം. അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ
പുറത്താക്കണം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പിശാചിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളോ നമ്മളോ നമ്മുടെ കുടുംബമോ അതിൽ പെടാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനെ നമുക്ക് ഡെലിവറൻസ് പ്രയർ നമ്മളെ സഹായിക്കും. ഇനി ചുരുക്കി ഞാൻ പറയാം, എങ്ങനെയാണ് നമ്മൾ ഡെലിവറൻസ് പ്രയർ നടത്തേണ്ടത്, അത് നടത്തേണ്ട വിധം. മക്കളെ, നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. ചന്ദ്രനെ വരച്ചു വയ്ക്കലല്ല ഇപ്പൊ ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് എങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, ഡെലിവറൻസ് പ്രയർ നടത്തേണ്ടതിന്റെ വിധം പെട്ടെന്ന് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം, യേശുനാമത്തിലാണ് നമ്മൾ ഡെലിവറൻസ് പ്രയർ നടത്തുക. കാരണം യേശുനാമം ഉച്ചരിക്കുന്നിടത്ത് ആർക്കും നിൽക്കാൻ പറ്റില്ല, പിശാചിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡെലിവറൻസ് പ്രയർ നടത്തുമ്പോൾ യേശുനാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. ജീസസ് 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 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പ്രലോഭനം നിങ്ങളെ അതിക്രമിച്ച് ഇങ്ങനെ കയറാൻ ശ്രമിക്കുന്ന സമയത്ത് യേശുനാമം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു നോക്കി, ആ പ്രലോഭനം നിങ്ങൾ വിട്ടുപോകും. 100% ഉറപ്പാണ്. കാരണം യേശുനാമത്തിന് മുമ്പിൽ ഒരു പ്രലോഭനം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഒരു പിശാചിനും ഒരു അനീതിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് യേശുനാമത്തിൽ വേണം നമ്മൾ ഈ ഡെലിവറൻസ് ചെയ്യാൻ. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് പ്രസാദപരാവസ്ഥയിലായിരിക്കണം. അതിന്റെ കണ്ടീഷൻ അതാണ്. പ്രസാദപരാവസ്ഥ എന്ന് പറഞ്ഞാൽ കുമ്പസാരിച്ച് നമ്മുടെ ഉള്ളിലെ പാപമാലിന്യങ്ങൾ കഴുകിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരാളോട് പോലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകരുത്. പൂർണ്ണമായിട്ടും ക്ഷമിച്ച് അനുതപിച്ച് എല്ലാ ഓർമ്മയിൽ തെളിഞ്ഞ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപവസിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് വേണം നമ്മൾ ഈ പരിപാടിക്ക് ഒരുങ്ങാൻ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ തിരുരക്തത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. തിരുരക്തത്തിന്റെ സംരക്ഷണം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം, വിശുദ്ധ മിഖായേലിന്റെ മാധ്യസ്ഥ്യം, 3 കാര്യങ്ങൾ ആദ്യം അപേക്ഷിക്കും. ഒന്ന്, തിരുരക്തത്തിന്റെ സംരക്ഷണം. തിരുരക്തത്തിന്റെ കോട്ട കിട്ടി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. 2, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പിശാചിന് ഏറ്റവും ഭയമുള്ള സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയെ വിളിച്ച് അപേക്ഷിക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സുഹൃത ജപം ചൊല്ലി പ്രാർത്ഥിക്കും. ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. 3ാമത്തത്, ഈ നമ്മുടെ സർവ്വസൈന്യാധിപനാണ് വിശുദ്ധ മിഖായേൽ മാലാഖയാണ്. അപ്പോൾ സർവ്വസൈന്യാധിപനായിട്ടുള്ള മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് 3 കാര്യങ്ങൾ. ഓക്കെ. അതിനുശേഷം നമ്മളെ തന്നെ എളിമപ്പെടുത്തി നമ്മുടെ പുണ്യ യോഗ്യതയാലല്ല, മറിച്ച് അവിടുത്തെ കൃപയാൽ, അവിടുത്തെ കരുണയാൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ എളിമപ്പെടുത്തണം. ഞാൻ ഗബ്രിയേൽ മാലാഖയുടെ അളിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കരുതെന്നർത്ഥം. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഡെലിവറൻസ് പ്രയർ നടത്തുമ്പോൾ ഏറ്റവും എളിമയോടെ, ഹൃദയ വിശുദ്ധിയോടെ, ആന്തരികമായിട്ടുള്ള ഒരു വിശുദ്ധീകരണത്തോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവവചനം വെച്ചിട്ടാണ്. ദൈവവചനം, കർത്താവിന്റെ വചനം കൊണ്ടാണ് ഈ പിശാചിനെ നമ്മൾ ബന്ധിക്കുന്നതും ബഹിഷ്കരിക്കുന്നതും. കർത്താവിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്ന ഏതെങ്കിലും വചനങ്ങൾ, യേശുനാമത്തിൽ നമ്മൾ കർത്താവിന്റെ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഉദാഹരണത്തിന് സക്കറിയ 3:2 കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. സക്കറിയ 3:2 വചനത്തിന്റെ ശക്തിയാൽ നിന്നെ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു എന്ന് പറയണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-11 വചനം, കർത്താവ് അരുളി ചെയ്യുന്നു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ വചനം പറയണം. ഇങ്ങനെ കർത്താവിന്റെ വചനം, ഈ ഇതുപോലുള്ള ബന്ധന വചനം ഉണ്ടല്ലോ, ഇതുപോലുള്ള ബന്ധന വചനങ്ങൾ, മാർക്കോസിന്റെ സുവിശേഷം 14:18 അവൻ വചനത്താൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും അവൻ അവരോട് വചനം പറയുകയും ചെയ്യുന്നു. അങ്ങനെ വചനങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ യേശുനാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കണം. 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് എന്താണ്? ഒന്ന് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രസാദപരാവസ്ഥ, കുമ്പസാരിച്ച് കുർബാന. 2 തിരുരക്തത്തിന്റെ സംരക്ഷണം. 3 പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമായ. 4
വികാരമാനവിക സംരക്ഷണം. 5, യേശുവിന്റെ വചനം കൊണ്ട് നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. യേശുവിന്റെ വചനം കൊണ്ട് ബന്ധിച്ച് ബഹിഷ്കരിക്കണം. അതിനുശേഷം വിശ്വാസ പ്രമാണം ചൊല്ലണം. വിശ്വാസ പ്രമാണം ഏറ്റവും വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം നമ്മൾ ചൊല്ലണം. മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും നമ്മൾ ചൊല്ലണം. അതിനുശേഷം ബന്ധന പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതും വൈദികർക്ക് ചൊല്ലാവുന്നതുമായിട്ടുള്ള 2 പ്രാർത്ഥനകളുണ്ട്. സാധാരണ രീതിയിലുള്ള ബന്ധന പ്രാർത്ഥന എല്ലാവർക്കും ചൊല്ലാം. അത് നമ്മൾ ഇത്രയേ ഉള്ളൂ: ഞങ്ങളുടെ നാഥനും രക്ഷകനും യേശു ക്രിസ്തുവാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നടത്താണ്. അതായത് ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥൻ, രക്ഷകൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം യേശു ക്രിസ്തുവാണ്. യേശുവെ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, അങ്ങയിൽ മാത്രം വിശ്വസിക്കുന്നു. സകല അന്ധകാര ശക്തികളെയും അവിശ്വാസങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളുടെ ഹൃദയത്തിലോ ഞങ്ങളുടെ തലച്ചോറിൽ കയറിയിട്ടുള്ള തെറ്റായ ബോധ്യങ്ങളെയും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ വചനം പറയാം. എന്നിട്ട് കർത്താവിന്റെ വചനം പറഞ്ഞ് കർത്താവ് ഈ വചനത്തിന്റെ അഭിഷേകം കൊണ്ട് ഈ അരൂപികളെ, ഈ ദുഷ്ടാരൂപികളെ, ആത്മഹത്യ പ്രവണതയുടെ, അശുദ്ധിയുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, ആസക്തികളുടെ, വ്യഭിചാരത്തിന്റെ അരൂപികളെ കർത്താവെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. സംശയത്തിന്റെ, ഭിന്നിപ്പിന്റെ അരൂപികളെ കർത്താവെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. എന്നിട്ട് ബഹിഷ്കരിച്ച മാത്രം പോരാ, അവരെവിടേക്ക് കൊണ്ടുപോകണം? ബഹിഷ്കരിച്ച് പുറത്തു വിട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ കയറി വരും. അടിച്ച് വൃത്തിയായിട്ട് കിടക്കുന്ന വീട് ഫ്രീ ആയിട്ട് കിടക്കണം കണ്ടു കഴിഞ്ഞാൽ ഇവര് വീടിനകത്ത് കയറും. അപ്പോൾ ഇവരെ എവിടെ കൊണ്ടുവിടണം? ബന്ധിച്ച് ബഹിഷ്കരിച്ചിട്ട് കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് അവനെ ആട്ടിപ്പായിക്കണം. അവിടെ നിന്ന് അവന് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ലെങ്കിൽ അവൻ സ്ഥലം നേടി നടക്കും, വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ട് ഒരു കുമ്പസാരം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴായിരിക്കും പിശാച് കയറി പിടിക്കുന്നത്. നമുക്കുണ്ടായിട്ടില്ല അങ്ങനെ. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി കുമ്പസാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഇങ്ങനെ ഇരിക്കുകയാണ് ചേട്ടൻ. അകത്താരാ? പാവം ചേട്ടനെ കുറ്റം പറയണ്ട. ആ അരൂപി അകത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മള് ചേട്ടനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, മറിച്ച് കർത്താവേ ഇത് എനിക്ക് തരുന്ന പരീക്ഷണമാണ്. ഈ അരൂപിയെ, ചേട്ടൻ്റെ ഉള്ളിലുള്ള ഭിന്നിപ്പിന്റെ, ആ വെറുപ്പിന്റെ, സംശയത്തിന്റെ അരൂപി, അവിശ്വാസത്തിന്റെ അരൂപി കർത്താവ് യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബന്ധന പ്രാർത്ഥന ചെയ്യ പതുക്കെ പതുക്കെ യേശു നാമം ഉച്ചരിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നത് അതിന് നിൽക്കാൻ പറ്റാതെ അത് പുറത്തേക്ക് പോകും. ഇനി ചില ബന്ധന പ്രാർത്ഥന നിങ്ങൾക്ക് നടത്തിയാൽ തീരില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഓർത്ത് നോക്കി, ശിഷ്യന്മാർ വന്നിട്ട് ആ ബാലന്റെ പിശാച് ഒഴിപ്പിച്ചാൽ നോക്കിയിട്ട് പറ്റിയ ഇല്ല. അപ്പൊ അപ്പം വന്നിട്ട് കരഞ്ഞ് പറഞ്ഞു. ആദ്യം യാക്കോബ് വന്നു, പത്രോസ് വന്നു, പീലാത്തോസ് വന്നു, തോമസ് വന്നു. അങ്ങനെ ടീമുകൾ കംപ്ലീറ്റ് വന്നു. തലയിൽ കൈവച്ചു, കൂട്ടമായിട്ട് കൈവച്ചു. എന്നിട്ട് പിശാച് പോയോ? ഇല്ല. ഈശോ വന്നു കഴിഞ്ഞപ്പോൾ സിമ്പിളായിട്ട് മോനെ പുറത്തു കൂടാന്ന് പറഞ്ഞിങ്ങനെ ഒരു ഈച്ചയെ തട്ടിക്കളയുന്ന ലാഘവത്തോടെ ഈശോ അവനെ പുറത്താക്കി. ഇപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, എന്താ ഞങ്ങൾക്ക് പുറത്താക്കാൻ പറ്റാതിരുന്നത്? മുമ്പ് ഈ പവറൊക്കെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈശോ എന്താ പറഞ്ഞേ? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല കാറ്റഗറി ഉണ്ടെന്ന് അർത്ഥം. ഗ്രേഡ് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള വിശാചുക്കളുണ്ട്. അപ്പൊ ഗ്രേഡ് കൂടിയതാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നോക്കിയാൽ നടക്കില്ല. അങ്ങനെ വരാണെങ്കിൽ നിങ്ങൾ ആരെ സമീപിക്കണം? നിങ്ങളുടെ വികാരിയച്ഛനാണ് നിങ്ങളുടെ ഇടവകയിൽ ഇത് നടത്താനുള്ള അധികാരമുള്ളത്. ഇനി ഓരോ രൂപതയ്ക്ക് നമുക്കറിയില്ല, സീറോ മലബാർ സഭയിൽ അങ്ങനെ പൊതുവായിട്ട് എക്സോർസിസ്റ്റ് അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഇല്ല. ലത്തീൻ സഭകളൊക്കെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വൈദികരെ നിങ്ങൾ അനുവാദത്തോടെ കൊണ്ടുവരണം. നിങ്ങൾ അങ്ങനെ നടത്താം. പിശാച് ബഹിഷ്കരണം സഭയുടെ ഉത്തരവാദിത്വമാണ്. കാരണം പ്രധാനമായിട്ടും 3 ഉത്തരവാദിത്തങ്ങളാണ് സഭയെ ഏൽപ്പിച്ച്. എന്താണ്? വചനം പറയാൻ, പിശാചിനെ ബഹിഷ്കരിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ. അതിനല്ലേ തൈലം പൂശി അവരെ പറഞ്ഞയച്ചത്. ഈ രണ്ടാമത്തെ കാര്യം ആരും അങ്ങനെ ചെയ്തില്ല. പേടിച്ചിട്ട് ഒരുങ്ങണം, ഉപവസിക്കണം, ത്യാഗം ചെയ്യണം, എന്നിട്ട് വേണം ചെയ്യാൻ.
ഇതിൻ്റെ ഇടയിൽ ഈ പെരുന്നാളും ഒരു വഴിക്ക് നടക്കുന്ന ഇതിൻ്റെ ഇടയിൽ അവിടെ സമയം. അതുകൊണ്ട് സാധാരണ അച്ഛന്മാർ എന്ത് ചെയ്യും? ഇതിനു വേണ്ടിയിട്ട് സെറ്റായിരിക്കുന്ന കുറെ അച്ഛന്മാർ അവരെ കൊണ്ടുവരും. ആര് കൊണ്ടുവന്നാലും കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ലൈഫിലുള്ള ഇങ്ങനെയുള്ള അരുവികൾ നമ്മൾ പുറത്താക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അരുവിയെ പുറത്താക്കുക. എന്നിട്ട് അവസാനം വീട്ടിൽ ഹന്നാൻ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ വീടും പരിസരവും ഒന്ന് ഹന്നാൻ വെള്ളം കൊണ്ട് തളിക്കുക. ഇതാണ് നോർമലായി ഒരു വീട്ടിൽ ചെയ്യേണ്ട ഡെലിവറൻസ്. കിട്ടിയല്ലോ? അതിന് ഐഡന്റിറ്റി. ഇത് നിങ്ങൾ ഇന്ന് തുടങ്ങി ഭർത്താവിനെ ഇരുത്തിയിട്ട് ഡെലിവറൻസ് നടത്തുക, ഭാര്യയെ ഇരുത്തിയിട്ട് ഡെലിവറൻസ് നടത്തുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ എൻ്റെ ജീവിത പങ്കാളിയിൽ വന്നിട്ടുള്ള എല്ലാ ആരോഗ്യയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു അതാണ് നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് ഈ പ്രാർത്ഥന നടത്താം. ഇനി ഇത് പുറത്തു പോയാൽ പിന്നെ നമുക്ക് ആരാൾക്ക് കയറ്റാൻ പറ്റും? ആരെ? പരിശുദ്ധാത്മാവിനെ കയറ്റാൻ പറ്റും. പരിശുദ്ധാത്മാവ്, ഞാൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, ശക്തിയാണ്. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രതീകങ്ങളുണ്ട്. അതിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന 4 പ്രതീകങ്ങൾ പെട്ടെന്ന് നമുക്ക് കാണാം. 4 പ്രതീകങ്ങൾ നമുക്ക് അറിയാവുന്ന പ്രതീകങ്ങളാണ്. എളുപ്പത്തിൽ നിന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ. പ്രാവ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിലില്ല. ആ പ്രകാശം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമല്ല. തീ, അങ്ങനെ തീ. പിന്നെ വെള്ളം 2, കാറ്റ് 3, ലൈറ്റ്. ഈ തീയുടെ കുഴപ്പമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പാടിയത്, തീ പോലെ ഇറങ്ങണമേ, കൊടുങ്കാറ്റായി വീശണമേ. അല്ല, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി. അതാണ് വാട്ടർ, ഫയർ. പിന്നെന്താ പറഞ്ഞത്? അപ്പൊ നമ്മളിങ്ങനെ ഓർക്കാൻ എളുപ്പത്തിന് നമുക്കിങ്ങനെ പറയാം. ശരിക്കും 4 ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. WWWF. ഓർക്കാൻ എളുപ്പത്തിന് നമ്മളൊരു വെബ്സൈറ്റിൽ കാണുന്ന പോലെ WWWF. ആദ്യത്തത് വാട്ടർ, രണ്ടാമത്തത് വിൻഡ്, മൂന്നാമത്തത് വൈൻ, വീഞ്ഞ്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ. വീഞ്ഞ് ആദ്യത്തെ പ്രതീകം നമ്മൾ കണ്ടിട്ടില്ലേ? വെള്ളം അല്ലേ? യോഹന്നാൻ എന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന നിക്കോദേമോസിനോട് ഈശോ പറയുന്നു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനം ഇല്ല. 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നീ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ അത് ദാഹിക്കില്ല, സമരിയക്കാരോട് പറയുന്നു. 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബെത്സയിദയിലെ കുളക്കരയിലെ വെള്ളം ഇളകുന്നത് കാത്തു കിടന്ന ആര്? തളർവാങ്ങി. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശു വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നത്. 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കൂടാരത്തിരുന്നാളിൽ അവൻ വിളിച്ചു പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അത് എന്തിനെ കുറിച്ചാണ്? എന്നിട്ട് തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത് ഇത് ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. അപ്പൊ വെള്ളം അത് സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. 2 വിൻഡ് നമ്മളെവിടെ കാണുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ശിഷ്യന്മാരുടെ മേൽ ഊതി നിശ്വസിച്ചു, എന്നിട്ട് പറഞ്ഞു, റിസീവ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവ് വന്നത് എങ്ങനെയാ? കാറ്റിലൂടെ. അതുകൊണ്ടല്ലേ കൊടുങ്കാറ്റടിച്ചു, അഗ്നിനാളങ്ങൾ ഇറങ്ങി, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. കാറ്റ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. അപ്പസ്തോല പ്രവർത്തനം 27-ാം അധ്യായത്തിലും ഈ റോമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പല് പെട്ടെന്ന് വടക്ക് കിഴക്കൻ കാറ്റ് അടിച്ചു, അവരുടെ നങ്കൂരൊക്കെ പറഞ്ഞുപോയി. പിന്നെ കാറ്റിന്റെ ദിശയിൽ അവർ സഞ്ചരിച്ചു. ആ കാറ്റ് ഏതാ? പരിശുദ്ധാത്മാവ്. അവരെവിടെ എത്തിച്ചേർന്നു? മാൾട്ട എന്ന് പറയുന്ന ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു. 3 മാസം അവിടെ താമസിച്ചു. അതിനുശേഷം മാൾട്ടയിലുള്ളവരെ സുവിശേഷം പ്രഘോഷിച്ചതിന് ശേഷം അവിടുന്ന് വീണ്ടും റോമിലേക്ക് യാത്രയായി. അപ്പൊ അവരെ നയിച്ചതാരാ?
കാറ്റ്, പരിശുദ്ധാത്മാവ്. അപ്പൊ വിൻഡ്, വാട്ടർ, വിൻഡ്, വൈൻ. വൈൻ എവിടെയാണ്? ഇതധികം നമ്മൾ കേൾക്കാത്തതാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നില്ലേ, നീ ഇതുവരെയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചു. യേശു അവസാനത്തേക്ക് മാറ്റിവെച്ച വീഞ്ഞ് ഏതാ? പരിശുദ്ധാത്മാവം പോയതിന് ശേഷം മാത്രമാണ് ഏത് നൽകപ്പെട്ടത്? ഈ വീഞ്ഞ്, പരിശുദ്ധാത്മാവെന്ന വീഞ്ഞ് നൽകപ്പെട്ടത്. എന്നിട്ട് ഈ വീഞ്ഞ് കുടിച്ചു കഴിഞ്ഞപ്പോൾ, ഈ വീഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞെന്താ? ഇവരും രാവിലെ തന്നെ പൊതുവീഞ്ഞ് കുടിച്ച് ലഹരി നിറഞ്ഞിരിക്കുകയാണ്. ആരെ കുറിച്ച്? പെന്തക്കോസ്താ നാളിൽ സ്ത്രീകന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം എഴുതി വെച്ചിരിക്കുകയാണ്. അവര് വീഞ്ഞ് കുടിച്ച് ഉന്മത്തരായിരിക്കുകയാണ്. അപ്പോ പത്രോസ് മറിച്ച് പറയുന്നുണ്ട്, മക്കളെ, ഞങ്ങള് ഈ പറയുന്ന ലഹരിയുള്ള വീഞ്ഞല്ല, ഇത് ദൈവത്തിന്റെ ലഹരിയാണ്, പരിശുദ്ധാത്മാവിനാലാണ് ഞങ്ങൾ നിറഞ്ഞതെന്ന് വിശദീകരണം കൊടുക്കുന്നുണ്ട്. എഫേസ്യോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വചനത്തില് ഈ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തി ഉണ്ട്. എന്നിട്ട് തൊട്ടടുത്ത വചനം എന്താണെന്ന് അറിയോ? ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നിറയും, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയും. അപ്പൊ ഈ വീഞ്ഞിന് പകരം, ഈ നമ്മുടെ കാണുന്ന, ഈ ഭൂമിയിൽ കാണുന്ന വീഞ്ഞിന് പകരമായി സ്വർഗം നൽകുന്ന വീഞ്ഞാണ് പരിശുദ്ധാത്മാവ്. അതാണ് ഈ 3-ാമത്തെ പ്രതീകം, വാട്ടർ, വിൻഡ് ആൻഡ് വൈൻ. ഒരെണ്ണം കൂടിയുണ്ട്, ഫയർ. ഫയർ. പുറപ്പാട് പുസ്തകം 3:15 നമ്മൾ കാണും, കത്തുന്ന ഉൾപ്പടർപ്പ്. പുറപ്പാട് 13:21 നമ്മൾ വായിക്കും, അല്ലെ? രാവും പകലും അവർക്ക് യാത്ര ചെയ്യാനാകും വിധം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു. ഏലിയായുടെ ദൈവമാണോ ബാലിന്റെ ദൈവമാണോ വലുതെന്നറിയാൻ കാർമൽ മലയുടെ മുകളിൽ ഒരു മത്സരം നടത്തി. ഏത് ദൈവമാണ് യഥാർത്ഥ ദൈവം എന്നറിയാനുള്ള മത്സരത്തിന്റെ ക്രൈറ്റീരിയൻ എന്താണ്? ഏത് ദൈവമാണ് അഗ്നി ഇറക്കി ബലിപീഠത്തെയും ബലിവസ്തുവിനെയും ദഹിപ്പിക്കുന്നത്, അതാണ് ശരിയായിട്ടുള്ള ദൈവം. എന്നിട്ട് ഏലിയായുടെ ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ബലിപീഠം ദഹിപ്പിച്ചു കളഞ്ഞു. അഗ്നി, ഫയർ, അത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്താ നാളിൽ സ്ത്രീകന്മാരുടെ മേൽ ആരിറങ്ങിയത്? തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. പരിശുദ്ധാത്മാവ് പല രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരാനർത്ഥം. ജീവന്റെ ജലമായോ, കാറ്റായോ, വീഞ്ഞായോ, അഗ്നിയായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇതൊക്കെ നമ്മൾ എന്താ പറയുക, പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലേ? അപ്പൊ ഇതിലൂടെ എല്ലാം ഏതൊക്കെ തരത്തിൽ പിശാച് നമ്മളെ ആകർഷിക്കാനും നമ്മളെ സ്വാധീനിക്കാനും വഴിയുണ്ടോ, ഈ വഴിയിലൂടെ ഒക്കെ തന്നെ നമുക്ക് ആരെ കൊണ്ടുവരാം? പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരാം. അപ്പൊ ശരിക്കും റീഫിൽ ചെയ്യണം. ആരെ കൊണ്ട്? ഇറക്കി വിട്ട സ്ഥലം അത് വെറുതെ ആക്കിയിടരുത്, മറിച്ച് അവിടെ ആരെ കൊണ്ട് നിറയണം? പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയണം. ഇനി ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുക എന്നുള്ളത് നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യമല്ല. അതാര് ചെയ്യട്ടെ? സ്വർഗം കനിയണം. നമുക്കെന്താ ചെയ്യാവുന്നത്? നമുക്ക് പ്രിപ്പയർഡായിരിക്കാം. നമുക്ക് പ്രിപ്പയർഡായി കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കാം, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ. സ്വർഗമാണ് ഈ ആത്മാവിനെ അവന്റെ പൂർണ്ണമായിട്ടുള്ള സമയത്ത്. അപ്പൊ നമ്മള് ഇന്നിപ്പോ ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു, അയ്യോ ഇവിടെ വെച്ച് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട. റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചിലർക്ക് ഇവിടെ വെച്ച് ഇന്ന് കിട്ടും, ചിലർക്ക് നാളെ കിട്ടുള്ളൂ, ചിലർക്ക് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ, ചിലർക്ക് 1 ആഴ്ച കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ, ചിലർക്ക് 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. Be filled with the Holy Spirit എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എന്നർത്ഥം. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയും, നമ്മളിൽ ഒഴുകും, നമ്മളെങ്ങനെ പൊതിയും, നമ്മളെങ്ങനെ ശക്തിപ്പെടുത്തും. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി, ഈ ഡെലിവറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പ്രാർത്ഥിക്കാൻ പോകണം. എന്നാണ് 12 മണി ആകാറായി.
പലർക്കും നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടെന്നറിയാം. ഒരു അരമണിക്കൂർ കൂടി നിങ്ങൾക്ക് സഹിക്കാവോ? അരമണിക്കൂർ കൂടി നമ്മൾ ശക്തമായിട്ട് ഇനി പ്രാർത്ഥിക്കാൻ പോകണം. ആദ്യം നമ്മൾ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കും. 2 നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പം ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ വിഷമം എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ കരുണ തോന്നി കർത്താവിനെ ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക, മനസ്സ് ഒരുക്കുക. 2ാമത്തെ കാര്യം, എന്നിട്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്. പരിശുദ്ധാത്മ നമ്മൾ യേശുവിനെ നമുക്ക് വിളിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ വിളിക്കേണ്ട ആളാണ് ആര്? നമ്മൾ അത്രയും കാര്യമായിട്ട് എടുക്കാത്ത ആളാണ് ഈ 3ാമത്തെ ആൾ, അല്ലേ? ശരിയല്ലേ? പിതാവായ ദൈവത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പരീക്ഷയിൽ 80% പേർക്കും 90-ലധികം മാർക്ക് കിട്ടും. ഇനി യേശു ക്രിസ്തുവിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ 100-100 ഉത്തരം പറയും. പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ അത്രയുണ്ട്, ചിലപ്പോൾ പാസ്മാർക്കും കിട്ടും, ഇത്ര കിട്ടുള്ളൂ. നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ആയിരിക്കില്ല. നമ്മുടെ ലൈഫ് പുറമേക്കൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ മാറി. അതുകൊണ്ട് അങ്ങനെ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പെന്തക്കോസ്തായിൽ അവർ പ്രാർത്ഥിച്ചു. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് ഒരു 2ാം പെന്തക്കോസ്തയ്ക്ക് വേണ്ടി, അല്ലേ? അതുകൊണ്ടാണ് ആ പാട്ട് നിങ്ങൾ ഓർമ്മയില്ലേ? പെന്തക്കോസ്ത നാളിൽ ഉന്മഴ പെയ്ച്ച പരമപിതാവേ. അതെന്താ പിന്മഴ? അതാണ് ഈ 2ാമത്തെ അഭിഷേകം. സെക്കൻഡ്, ആദ്യത്തെ അനുഭവിക്കുക നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെവിടെയാണ്? സ്ഥൈര്യ ലേപനത്തിൽ മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് തിരുപ്പെട്ട അഭിഷേകത്തിലൂടെ അല്ലെങ്കിൽ സന്യാസ അഭിഷേകത്തിലൂടെ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ 2ാമത്തത് കൂടി വേണം. ആദ്യത്തത് ഇംപ്രിന്റ് ആണ്, അകത്തുണ്ട്. പക്ഷെ ഇതിന്റെ പ്രവർത്തനം, ഇതിന്റെ ജ്വലനം, ശക്തി ഇങ്ങനെ പുറത്തേക്ക് ഒഴുകണം. അതിന് എന്ത് വേണം? ഈ സെക്കൻഡ് പെന്തക്കോസ്റ്റ്, 2ാമത്തെ ഒരു മഴ നമുക്ക് വേണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ആ പാട്ടൊന്നും ഓർത്തേക്ക്. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണം. ഞാൻ അതിലൊരു വാക്ക് മാറ്റണം. അതില് നമുക്ക് 4 പ്രതീകങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു: തീ പോലെ ഇറങ്ങണമേ, പുതുവീനായി നിറയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി. 4 പ്രതീകങ്ങളായില്ലേ? ഈ പ്രതീകങ്ങളെ വെച്ചിട്ട് നമ്മൾ ഇന്ന് കർത്താവിൻ്റെ ആവാസത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് എഴുന്നേറ്റുന്നാലോ? കുഴപ്പമില്ലല്ലോ. പ്രാർത്ഥനയോടുകൂടി കരങ്ങൾ പൂർത്തി ഹൃദയമൊരുക്കി നമുക്ക് പരിശുദ്ധാത്മാവിനെ നിറവനായിട്ട്
ആത്മാവിൽ പ്രവചിച്ചില്ല. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചില്ല. തീ പോലെ ഇറങ്ങണമേ, അന്തുവിനായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അന്തുവിനായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് ദിവികാരുണ്യേശ്വരേക്ക് നമ്മുടെ ദൃഷ്ടികൾ നമുക്ക് തിരിക്കാം. നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളും ഭയവും എല്ലാം നമുക്ക് മാറ്റിവെക്കാം. ഈ നിമിഷം ഈശോയെ മാത്രം നമുക്ക് ധ്യാനിക്കാം. പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതം ഏകാഗ്രമാക്കി ദിവികാരത്തിൽ ഈശോയെ നമുക്ക് കാണാം. അതിലെല്ലാം വാക്കുകൊണ്ട് ഒഴിവാക്കിയ ദൈവം, പെസഹായിൽ അപ്പമായി മാറിയ ദൈവം, ദിവ്യകാരണത്തിലെ രക്ഷകനായി മാറി അപ്പത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്ന ദൈവത്തെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാം. ഈ ഗോതമ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് നമ്മുടെ ജീവനാണെന്ന്, നമ്മുടെ രക്ഷകനാണെന്ന് നമുക്ക് ഏറ്റു പറയാം. സ്വർഗം ചുട്ടെടുത്ത, തീക്കനലിൽ ചുട്ടെടുത്ത അപ്പമാണ് ദിവികാരുണ്യം. ആ ദിവികാരുണ്യത്തെ വാഴ്ത്തുന്ന, ആ ദിവികാരുണ്യത്തെ ഓർക്കുന്ന, ഗാനം ആലപിക്കുന്ന സമയം നമ്മുടെ മനസ്സും ശരീരവും ഏകാഗ്രമാക്കണം. സ്വർഗത്തിലെ അടുക്കളയിൽ ഇങ്ങനെ മാലാഖമാര് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ കണ്ണുകളിൽ നനവുണ്ട്, സങ്കടമുണ്ടവർക്ക്. അവരുടെ സങ്കടം യേശുവിൻ്റെ ശരീരം വിഭജിക്കുന്നതിനെ കുറിച്ചല്ല, അത് സ്വീകരിക്കുന്ന മനുഷ്യർ അയോഗ്യതയിലും അശുദ്ധിയിലും അവനെ സ്വീകരിക്കുന്നതിൻ്റെ സങ്കടമാണ്. പ്രിയമുള്ളവരെ, ഈ നിമിഷം അയോഗ്യതയോടെ ഈശോയെ സ്വീകരിച്ച നിമിഷങ്ങളോട് നമുക്ക് പശ്ചാത്തലം. ഈശോയുടെ സാന്നിധ്യത്തെ മറന്ന് ജീവിച്ച നാളുകളെ ഓർത്ത് മാപ്പ് ചോദിക്കാം. ഗായകസംഘത്തോട് ചേർന്ന് ആ ഗാനം നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ആലപിക്കാം. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമേതാ, സുഖം പാകം ചെയ്തപ്പമേതാ. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമേതാ, സുഖം പാകം ചെയ്തപ്പമേതാ. കാണുന്നു ഓസ്തി നാഥന്റെ
പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മുടെ വലതുകരം ഉയർത്തി ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ കരങ്ങളും നമ്മുടെ കാതുകളും നമ്മുടെ ദൃഷ്ടികളും തിരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി വിശ്വാസത്തോടും കൂടി പറഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മളെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും നമ്മെ സ്വാധീനിച്ചിട്ടുള്ള എല്ലാ പൈശാചിക അരൂപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകണം. പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഒരു നിമിഷം നമ്മൾ പൂർണ്ണമായിട്ട് യേശുവിന്റെ നാമം മാത്രം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ 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 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമം മാത്രം വിളിച്ചപേക്ഷിക്കുക. യേശുവേ 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 ഈശോയെ ഉറക്കെ വിളിച്ചേ, ഉറക്കെ വിളിച്ചേ. ഹല്ലേലൂയ. ഈശോയെ 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 യേശുവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ തിരുരക്തം കൊണ്ട് കോട്ട കിട്ടണമേ, നമ്മെയും നമ്മുടെ കുടുംബത്തെയും പൂർണ്ണമായി സംരക്ഷിക്കണമേ. ഏതൊക്കെ മേഖലകളിലാണ് യേശുവിന്റെ സംരക്ഷണം ആവശ്യമുള്ളത്, ആ മേഖലകളിലൊക്കെ യേശുവിന്റെ തിരുരക്തം ഒഴുകി കഴുകി വിശദീകരിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ തിരുരക്തത്തിന്റെ മാധ്യസ്ഥ ശക്തി, ആ തിരുരക്തത്തിന്റെ യോഗ്യത വഴി ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പൈശാചിക അരൂപങ്ങളും യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, കഴുകി വിശദീകരിക്കണമേ. പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. യേശുവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലാം. യേശുവിന്റെ തിരുരക്തമേ, യേശുവിന്റെ തിരുരക്തമേ കഴുകണമേ, ഞങ്ങളെ കഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ, യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളെ കഴുകണമേ, കഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ, യേശുവിന്റെ തിരുരക്തമേ കഴുകണമേ, കഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ, യേശുവിന്റെ തിരുരക്തമേ വിശദീകരിക്കണമേ, വിശദീകരിക്കണമേ. യേശുവിന്റെ തിരുരക്തമേ, യേശുവിന്റെ തിരുരക്തമേ വിശദീകരിക്കണമേ, വിശദീകരിക്കണമേ. യേശുവിന്റെ തിരുരക്തമേ, യേശുവിന്റെ തിരുരക്തമേ വിശദീകരിക്കണമേ, വിശദീകരിക്കണമേ. യേശുവിന്റെ തിരുരക്തമേ, യേശുവിന്റെ തിരുരക്തമേ ഞങ്ങളെ നവീകരിക്കണമേ. യേശുവിന്റെ തിരുരക്തമേ, യേശുവിന്റെ തിരുരക്തമേ നവീകരിക്കണമേ, നവീകരിക്കണമേ. യേശുവിന്റെ തിരുരക്തമേ, യേശുവിന്റെ തിരുരക്തമേ നവീകരിക്കണമേ, നവീകരിക്കണമേ. യേശുവേ 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 യേശുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കുക, മനസ്സിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചിരിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ പുരാതന സർവ്വത്തിന് ഏറ്റവും പേടിയുള്ള ഒന്നാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സകല മാലാഖമാരെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടാം. നമ്മുടെ പേരിന്റെ കാരണഭൂതരായ വിശുദ്ധരെ പ്രത്യേകം ഓർക്കാം. നമ്മുടെ മക്കളുടെ പേരിന്റെ കാരണഭൂതരായിട്ടുള്ള വിശുദ്ധരെ ഈ നിമിഷം ഓർക്കാം. എല്ലാ വിശുദ്ധരെയും ഈ നിമിഷം നമ്മൾ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരെ, മാലാഖമാരെ, കാവൽ മാലാഖമാരെ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഈ ദേശത്തെ, ഈ സമൂഹത്തെ, ഈ ഇടവകയെ, ഈ ആലയത്തിലായിരിക്കുന്ന സകല മക്കളെയും അവരുടെ ആവശ്യങ്ങളെയും കർത്താവ് ഏറ്റെടുക്കണമേ. ഞങ്ങളെ വിശദീകരിക്കണമേ. എല്ലാ അരൂപികളിൽ നിന്നും ദേശത്തിന്റെ അരൂപികളിൽ നിന്ന് വിടുതൽ
നൽകണമേ. പൂർണ്ണമായിട്ട് അശുദ്ധാരൂപികൾ ഈ ദേശത്ത് വിട്ടുപോകട്ടെ. യേശു നാമം വിളിച്ചപേക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ തിരുരക്തം ഒഴുകപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിന്റെ അമ്മയുടെ സാന്നിധ്യം നിറയുന്ന സ്ഥലങ്ങളെല്ലാം സന്തോഷമുണ്ടാകട്ടെ. യേശുവിന്റെ ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം തേടാം. ദൈവം സർവ്വസൈന്യാധിപനായി നിയമിച്ചിരിക്കുന്ന മിഖായേൽ മാലാഖയാണ് പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ നമുക്ക് വേണ്ടി അവനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന സർവ്വസൈന്യാധിപനായ മിഖായേൽ മാലാഖയുടെ ശക്തി നമുക്ക് തേടാം. മിഖായേൽ മാലാഖയെ ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെയായിരിക്കണമേ. തിന്മയ്ക്കെതിരായുള്ള അന്ധകാര ശക്തികൾക്കെതിരായുള്ള അശുദ്ധാരൂപികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. വിജയം വരിക്കുന്ന കർത്താവ് പരിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കുന്ന നിമിഷം ശാന്തമായി പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് നമുക്കിങ്ങനെ പാടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ശക്തമായിട്ടുള്ള വിടുതലിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണമായിട്ടും നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ ഇടവക സമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന സകല നാരകീയ ശക്തികളുടെ അടിമത്തത്തിൽ നിന്ന് യേശു നാമത്തിൽ വിടുതൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. കൈയടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൈയടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിന്റെ യോഗ്യതയായി വിടുതൽ. യേശുവിന്റെ യോഗ്യതയായി ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങൾ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങൾ നിറയട്ടെ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിന്റെ യോഗ്യതയായി യേശുവിന്റെ യോഗ്യതയായി ബന്ധനത്തിൽ നിന്നും യേശുവിന്റെ
6-13 നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഈ വചനത്തിന്റെ ശക്തിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ ദേശത്ത് ബന്ധിച്ചിരിക്കുന്ന സകലവിധ നാരകീയ ശക്തികളിൽ നിന്ന് യേശു നാമത്തിൽ ഞങ്ങളിൽ നിന്ന് പുറത്തു പോകണമെന്ന് കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നു. യേശു നാമത്തിൽ പിശാചുക്കളെ എല്ലാ ആരോപികളെ ഞങ്ങൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി. സങ്കീർത്തനം 91:10 നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. എന്റെ കുടുംബത്തെ തൊടുന്ന, എന്റെ കുടുംബത്തിൽ കയറി കളിക്കുന്ന സകല അരൂപികളെ, ദുഷ്ടാരൂപികളെ യേശു നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തിയിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. വചനത്തിന്റെ ശക്തിയിൽ കർത്താവേ, ഈ വചന വാഗ്ദാനം നൽകുന്ന അഭിഷേകത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പിശാചുക്കൾ പുറത്തു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 108:13 ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഹൂം പ്രവാചകന്റെ പുസ്തകം 2:1 പറയുന്നു, വിനാശകൻ നിനക്ക് എതിരെ വരുന്നു, കോട്ട കെട്ടി പ്രതിരോധം ഏർപ്പെടുത്തുക, വഴികളിൽ കാവൽ നിൽക്കുക, നീ അരകോർക്കുക, സർവശക്തിയും സംഭരിക്കുക. സർവശക്തിയും സംഭരിച്ച് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ നമ്മൾ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദുഷ്ടാരൂപികൾ വിട്ടുപോകുമ്പോൾ നമ്മൾ ഉടനെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് വിളിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയാൻ വേണ്ടി അപ്പസ്തോലന്മാരിൽ ആവസിച്ച പരിശുദ്ധാത്മാവ്, അഗ്നിയായി നിറഞ്ഞ പരിശുദ്ധാത്മാവ്, കാറ്റായി വന്ന പരിശുദ്ധാത്മാവ്, ജീവന്റെ ജലമായി ഒഴുകിയ പരിശുദ്ധാത്മാവ്, പുതുവീഞ്ഞായി പടർന്ന പരിശുദ്ധാത്മാവ്, ആ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ വ്യക്തിയെ മനസ്സിലാക്കാൻ, ആ ശക്തിയെ ഉൾക്കൊള്ളാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വരപ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ യൂദയായാലും ജെറുസലേമിലും സമരയായാലും ലോകത്തിന്റെ അതിരുകൾ വഴി നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ലൂക്കയുടെ സുവിശേഷം 1:35 ദൂതൻ മറിയത്തോട് പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനെന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാർ അവരുടെ ഉള്ളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഈ ആലയത്തിൽ വന്നിരിക്കുന്ന സകല മക്കളുടെ മേൽ ആത്മാവിന്റെ ശക്തി നിറയട്ടെ. ജോയൽ പ്രവാചകനിലൂടെ അരളി ചെയ്ത, ജോയൽ 2:29 അരളി ചെയ്ത ഞങ്ങളുടെ പുത്രന്മാരുടെ മേൽ, വൃദ്ധന്മാരുടെ മേൽ, ദാസന്മാരുടെ മേൽ ആത്മാവിന്റെ ശക്തിയിൽ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അപ്പസ്തോലരാരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലരാരാധിച്ച പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാടിമൊഴിയായി വന്നൊരു പരിശുദ്ധാത്മാവേ, നാമത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാടിമൊഴിയായി വന്നൊരു പരിശുദ്ധാത്മാവേ, നാമത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടലോളം രണ്ടാക്കി അഭിഷേകത്തെ അസ്ഥികളെയും താഴ്വരെയും ജീവൻ പകരണമേ. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ നീ ഇന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യരുമീ മോചനമേകി. ദിവ്യകടാക്ഷം തൂഗണമേ വത്സരസുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തമേ തിരുവരങ്ങൾ. ഈശോനാമം കേട്ടുകൊണ്ടിരിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയം കർത്താവേ, ഞാൻ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്നെ വിശുദ്ധീകരിച്ചിട്ടല്ലാതെ കർത്താവേ ഇവിടെ പോകുന്നത് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെല്ലാ നേരവും അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അങ്ങയുടെ ഹൃദയത്തോടെ ഈശോയോട് എഴുതി നിൽക്കാം. കർത്താവേ, ഞങ്ങളെ ഓരോ ദൃശ്യവും വഴിപ്പെടുന്നത് സ്വർഗത്തിൽ ദൂതന്മാരോട് ചേർത്ത് നമുക്ക് ഈശ്വര്യ വാണിക്കുമെടുത്താം. കർത്താവിന് നന്ദി പറഞ്ഞു. പിതാവുന്ന പരിശുദ്ധാത്മാവായി നമ്മളെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് നമ്മുടെ വഴി നടന്നിട്ട് കർത്താവിനോട് ചേർന്ന് നമുക്ക് നന്ദി പറഞ്ഞു. ആലാളന്മാരോട് ചേർന്ന് നന്ദി പറഞ്ഞു. ദൈവകുഞ്ഞാളേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാളേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. Hallelujah, 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 Amen, 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 Sulana, Amen, Amen, Deva Putra, Amen, Amen, Sarva Shakta, Nitya Veda, Amen, Amen, Sulana, Amen, Amen, Deva Putra, Amen, Amen, Sarva Shakta, Nitya Veda, Amen, Amen, Sulana, Amen, Amen, Deva Putra, Amen, Amen, Sarva Shakta, Amen, Amen, Sulana.
ദൈവപുത്ര ആമേൻ ആമേൻ സർവസദാ നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം മുൻപത്തി നിൽക്കെല്ലാവരും. ഓരോ വാർഷിക ധ്യാനത്തിൻ്റെ അവസാനവും നമ്മൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ ഭാഗമാണ് ഈ അവസാനത്തെ ആശീർവാദം, വിശുദ്ധ കുരിശിനാണ് ആശീർവാദം. അതിനു മുമ്പ് നമ്മൾ പരിശുദ്ധ പിതാവിൻ്റെ യോഗാർത്ഥം ഒരുമിച്ച് വിശ്വാസ പ്രമാണവും സ്വർഗസ്വനായ പിതാവും നന്മ നിറഞ്ഞവോ ചൊല്ലിയതിനു ശേഷമാണ് ഈ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നത്. പൂർണ്ണമായും ക്ഷമിച്ച് പ്രസാദപരവസ്ഥയിലാണെന്ന് ഉറപ്പുവരുത്തി നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാം. സർവശക്തനായ പിതാവും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ വഴി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിളിക്കാൻ ഒരുവനെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തലും തുല്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ കുരിശിന്റെ ശക്തിയും നാം എല്ലാവരോടും കൂടെ, നമ്മുടെ കുടുംബങ്ങളോടും കൂടെ, ഈ ദേശത്തോടും ഈ ഇടവക സമൂഹത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് ഇപ്പോഴെപ്പോഴും